പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ പരിശുദ്ധ മതേമലായ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വിവാഹിതരെ, വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളുള്ളവർ, ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ ബാധ്യമാണല്ലോ, മറ്റുള്ളവർ പറയണം, രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പ് കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവരും തളർന്നുപോയവരും തളർവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ പാകോടുപടി നടക്കാത്ത കുടുംബങ്ങളും പാകോടുപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദൃശ്യം പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പിതാമുതലും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനങ്ങള് നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന, ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, ആത്മീയത, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്നൊക്കെ വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും. ഇപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ റിട്ടയർഡാണ്, എനിക്ക് നല്ല പെൻഷൻ കിട്ടും, എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയണത്, ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ലേ എന്നുള്ളത് തന്നെയാണ്. എന്താണ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ പേരഗ്രാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞ് ജനിച്ചപ്പോൾ ഇന്നെല്ലാം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞാലും, അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരിക്കലും ഉയരണമില്ല. ഇപ്പോൾ അവരുകൊണ്ട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രായേൽ പറയുമ്പോൾ ഇരിക്കണ ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി, നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന്. അതിനല്ല മോസസ് പറയണത്. ഇപ്പം ഞാനൊരു കാര്യമുണ്ട്, ഞാനത് പറയാൻ കാരണമേ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 16:5 വായിച്ചേ. ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടാകും. അപ്പോൾ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം, അവർക്ക് എടുക്കാവുന്നതിൻ്റെ അവരുടെ ആവശ്യത്തിനുള്ള എടുക്കും. പക്ഷേ പിന്നീട് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ നാളത്തേക്കത് മാറ്റി വെക്കരുത്, അത് നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവാണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാപത്ത് ഞായറാഴ്ചയല്ല. ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴീ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാൻ ചില ആൾക്കാർ ജോലിക്ക് പോകും. അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത്. വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട്. പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്തുമില്ല. അതപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലാഞ്ഞ കാരണം അത് അവർക്കൊരു മുട്ടാഴ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം. അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ ഇപ്പോൾ തുടങ്ങിയല്ലത്, പണ്ട് പോലെ ഉണ്ട്. കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ, ഞാനൊരു ഹെയറുകളെ വാങ്ങിച്ചു, അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിലവിഴുന്ന കാട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. ഇന്നും ഓരോരോ കാര്യത്തിനും ഒഴിവ് കഴിവ് പറയും. കൊച്ചിന് പാടില്ല, പിന്നെ അപ്പൻ കിടപ്പിലാണ്. എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല. അവൾ ചിലപ്പോൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന് അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട്. പുറപ്പാട് 16:19 വായിച്ചേ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. സംഭവം കുറെ പേര് അനുസരിക്കാതിരിക്കുകയെ. നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു. ഇത് എന്താ വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളൂ, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലികെ കൂത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. മാർത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്നു. മറിയം സാപത്ത് ആചരിച്ചെന്നാണ് പറയണേ. എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു.
ലൂക്കാ 10:42. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പൊ സാപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത്, ടെക്നിക്ക് അത് തന്നെ. പക്ഷേ കർത്താവിന്, അതുകൊണ്ടാണ് മോസസും പറയണത് പുറപ്പാട് 14:14 എടുക്ക്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നു വെച്ച് കഴിഞ്ഞാല് വായു വെള്ളവും കൊണ്ടോണ്ടിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇത് ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് സങ്കീർത്തനം 46:10 ലിങ്ക് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് 14:14 പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തതയായിരുന്നാൽ മതി. അത് തന്നെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത ഇരിക്കണ വെറുതെ ഇങ്ങനെ വായു വെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല, അല്ലെങ്കിൽ പാസ്റ്റർ ഒട്ടിച്ചോണ്ടിരിക്കത്തില്ല. സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി. ശാന്തമാവുക, ദൈവത്തെ അറിയണ എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത്. സാപത്ത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളോട് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവെ പറയണത്. പക്ഷേ അത് അതിൻ്റെ അണ്ടർലൈൻ എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം. അപ്പം അവിടെ അറിവുകളല്ലേ. അപ്പോൾ ശാന്തമായിരുന്ന് എന്താ പറയണത്? ശാന്തമായിരുന്ന് ദൈവത്തെ അറിയുക. എന്തിനാണ് അറിയണത്? ഏകസത്യതയായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്തേ. യോഹന്നാൻ 17:3, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്നാണ്. നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ്. നിത്യജീവന് വേണ്ടി അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ അപ്പം തിന്ന് സംതൃപ്തരാകാൻ വേണ്ടി വീട്, കല്യാണം, ജോലി, ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? നമ്മളും വരും. പക്ഷെ അതല്ല, അതിനെ കൂടെ തന്നെ യേശുക്രിസ്തുവിനെ യഥാർത്ഥ അറിവ് എന്താണ്? നിത്യതയിലേക്കുള്ള വാതിലാണ്. ഐ ആം ദ ഡോർ. ഈശോ പറയണൊക്കെ എന്ത് രസമൊക്കെ. ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ഐ ആം ദ വേ, ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി. ഐ ആം ദ ലൈറ്റ്, ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കാറ്റഗോറിക്കലായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശാന്തത എന്ന് പറയുമ്പോൾ സാപത്താണ് കേട്ടോ. ഇതെല്ലാം കടന്നു വരണത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോണത്. സാപത്ത് വല്ലാത്തൊരു സാപത്താണ്. യഹൂദിനേക്കാൾ എന്തുമാത്രം ഡെപ്താണെന്നറിയാമോ ക്രിസ്ത്യൻ സാപത്തിന്? വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതെങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ വിശ്വസിച്ച് കാണാത്ത വിശ്വാസമാണ്. വിശ്വാസം എപ്പോഴും കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വിശ്വാസം കാണിക്കാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത വിശ്വാസത്തെ നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? കാണാത്ത വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ റീപ്ലേസ്മെൻറ്റ് നടത്തും. ഉള്ളിൽ കാണാതിരിക്കണ വിശ്വാസമല്ലേ. അപ്പോഴേ ഞാനിത് എവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ മനസ്സിലായോ? അതായത് ഒരു രോഗിനെ കൊണ്ടുവരുമല്ലോ, തളർവാദ രോഗിയില്ലേ, അവന് കൈ ഇങ്ങനെ അവനെ ചോദ്യച്ചിട്ടാൻ പോലെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി മരവിച്ചിരിക്കുകയില്ലേ, അവനെ 4 പേര് കൂടി പിടിച്ച് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരത്തില്ലേ? അപ്പോൾ കർത്താവിൻ്റെ വാതിക്കൽ നിറച്ച ആളുള്ള കാരണം കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്നാ ചെയ്ത് മേൽക്കൂര പൊളിച്ചിട്ട് കട്ടിലോട് കൂടെ താഴേക്ക് ഇറക്കുമ്പോൾ സുവിശേഷം പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അവരുടെ വിശ്വാസം കണ്ട്. ഒന്ന് വായിച്ചത് ശ്രദ്ധിക്കട്ടെ. മർക്കോസ് 2:4-5. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്ന് പറഞ്ഞേ. ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട്. മനസ്സിലായില്ലേ? അതാണ് അവരുടെ വിശ്വാസം കണ്ട്. അപ്പൊ വിശ്വാസത്തെ എന്താ ചെയ്തിരിക്കണത്? കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ചേർത്ത് ജയമോൾ എന്താ ചെയ്തിരിക്കണത്? വിശ്വാസത്തെ കാണാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ അറിയണം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ വചനം മറന്നു പോകരുത്. അതായത് 1 കൊരിന്ത്യർ 15:27 ദൈവം സമസ്തവും, ഒന്ന് പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ഈ സമസ്തവും എന്ന് പറഞ്ഞ സാധനത്തിന് പഞ്ചായത്ത് ഉണ്ടേ, മനസ്സിലായില്ലേ? പഞ്ചായത്തുണ്ട്, അറബിയുടെ വീടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇത് വിശ്വാസി മനസ്സിലാക്കണം. എപ്പോഴാണ് വിശ്വാസം മനസ്സിലാക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്. നിനക്ക് ഭാരമുണ്ടാക്കുന്ന പണ്ട് വിശ്വാസികൾ ഒരു പണി ചെയ്യുമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് തോറ്റു കഴിഞ്ഞാൽ അതായത് ആ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിടും. ഒരു യഹൂദ പാരമ്പര്യമാണ്. എന്തിനങ്ങനെ ഉപ്പിടണത്? തോറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിടും. എന്തിനങ്ങനെ ഉപ്പിടണത്? അത് ദൈവത്തിൻ്റെതാക്കി മാറ്റുകയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ തോറ്റെടുത്ത് എൻ്റെ ദൈവം വിജയിക്കും. അബിമേലെക്ക് ആ ദിവസം മുഴുവൻ
പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു. പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പ് വിതറി. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു സംഭവം ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ വേണ്ടി യഹൂദന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണത്. ഉപ്പ് വിതറുക എന്ന് വെച്ചാൽ, നമ്മളെ ഉടമ്പടിയിൽ ഉപ്പ് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് എവിടെയാണ്, ഇപ്പോൾ ചില പ്രാണികളുണ്ട്, അല്ലെങ്കിൽ പാമ്പിൻ്റെ ശല്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉടനെ പറയും, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറയും. ഇവരുടെ വരുന്നൊരു മിസ്റ്റേക്ക്, ഇവർ വിശ്വാസ പ്രമാണം ഉഴപ്പിയാണ് ചെല്ലണത്. അതാണ് പ്രശ്നം. ഇനി നോക്കി വായിക്കുന്നവർ പത്രം വായിക്കണ പോലെ വായിക്കും, അവരത് വിശ്വസിക്കത്തില്ല. കാര്യം ഈ വിശ്വാസ പ്രമാണം എന്ന് പറയണത് ഒരു ബ്രോഡ് ഫോമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ സംരംഭമാക്കുന്ന യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, യേശുവാണ് കർത്താവെന്ന്. പിന്നെന്താണ്, ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കണത്. അത് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ വിശ്വസിച്ചിരിക്കണം. അത് പല ആൾക്കാർക്കും അധരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കണില്ല. അതാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം വിശ്വാസ പ്രമാണം ആക്ടിവേഷനിൽ വരണതെല്ലാം ആ ഹൃദയത്തിൽ എന്തുമാത്രം ഏതെല്ലാം കപ്പാസിറ്റിയിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നു അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ റേഞ്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് കൃത്യമായ രീതിയിൽ സുവിശേഷത്തിലുള്ള കാര്യങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങളല്ല. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജോലി ഇതായത് കൊണ്ടാണ്. 21 ലക്ഷം ആൾക്കാരായി. ഞാൻ 84 തുടങ്ങിയാണ് ആൾക്കാരുടെ കണ്ണുനീര് കേൾക്കാൻ. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് പിടികിട്ടാത്ത പ്രശ്നവുമായിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പ് വന്ന് നിൽക്കും. കർത്താവ് അതെങ്ങനെ ചെയ്യും, കർത്താവ് ഇതിങ്ങനെ ചെയ്യും, അമ്മ അവരത്രയും കഷ്ടപ്പെടുന്നില്ല, അവരെങ്ങനെ രക്ഷിക്കും. ഇങ്ങനെ എപ്പോഴും മനുഷ്യൻ്റെ സങ്കടവും മനുഷ്യൻ്റെ പിരിഞ്ഞു കണ്ടിച്ച സങ്കടവും വിഷമവും കൊണ്ട് എപ്പോഴും ദൈവദൃശ്യം നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഓരോരോ വഴികൾ പറഞ്ഞു തരണത്. അതെല്ലാം ആമ മനസ്സിൽ തോന്നിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നോക്കും, സഭയുടെ പഠനങ്ങൾക്കിത് എന്തെങ്കിലും വിരുദ്ധമായിട്ട് ഞാൻ പറയുന്നുണ്ടോ എന്ന്. എനിക്ക് സംശയമുണ്ടെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കാം. കാര്യം സഭയുടെ പഠനങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും ഈ സഭയിൽ ആർക്കും സ്വകാര്യ പഠനങ്ങളൊന്നും പറ്റത്തില്ല. കാര്യം സഭയെ ആണ് ദൈവം ബൈബിൾ ഏൽപ്പിച്ചിരിക്കുന്നത്, സഭയെയാണ് ദൈവജനത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊരു എളിയ ശുശ്രൂഷകൻ മാത്രമാണ്. പക്ഷേ ജനത്തിൻ്റെ കണ്ണീര് വരുമ്പോൾ ആ കണ്ണീരിൻ്റെ കൈകടത്തുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ ദൈവം തന്ന് അതാത് കാലത്ത് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ചെയ്യുമ്പോൾ കർത്താവ് പണ്ടേ പറയുമായിരുന്നത്, നിങ്ങൾ ഹാഫ് മൈൻഡഡായിട്ട് ചെയ്യരുത്. പിന്നെ എന്താ ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്യണം. അതാണ് സംഭവം. അത് ഇപ്പം തുടങ്ങിയല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പം പൂർണ്ണ മനസ്സാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങളറിയണ്ടേ, നിങ്ങളത് ചെയ്യുകയാണെന്ന്. അതിനു വേണ്ടി ഞാൻ വ്യത്യസ്തങ്ങളായ മോഡ് ഓഫ് ആക്ഷൻസും അത് പ്രസൻറ്റേഷനൊക്കെ പറഞ്ഞു തരും. ഇന്ന കാര്യം ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയും. കാര്യം ഞാൻ തന്നെ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ വേജബാറ്റ് കേന്ദ്രങ്ങളും ഞാൻ സമരം ചെയ്ത് അടപ്പിച്ചതാണ്. പക്ഷെ ഒരു പാർട്ടി ചെന്നപ്പോൾ ഞാൻ തോറ്റുപോയി. കാര്യം അവരുടെ ചുറ്റും 115 വീട്ടുകാരുണ്ട്, ഈ മനുഷ്യ കവചം പോലെ. അതുകൊണ്ട് സ്വന്തം കുടുംബക്കാരാണ്. അവരാണ് അവിടെ റെയ്ഡ് വരികയുണ്ടെങ്കിൽ പോലീസിനോട് നേരത്തെ അറിയിക്കും. റെയ്ഡ് വരാൻ പോകണമെങ്കിൽ എക്സൈസുകാർ തന്നെ അവരോട് പറയും. അങ്ങനെയെല്ലാം അതുപോലെ തന്നെ കിമ്പളൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് പോണവരാണ്. പിന്നെ അത്യാവശ്യം ഗുണ്ടായുസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കണത്, ഒരു ജപമാല എടുത്തിട്ട് നേരെ ജപമാല ചൊല്ലി കടലിലോട്ട് നടന്ന്
കടലിൻ്റെ അപ്പുറത്ത് ചെന്ന് വെച്ച് അവിടുന്ന് 2 ജപമാല ചൊല്ലി ഷാപ്പിൻ്റെ നേരെ ചെന്ന് അവിടുന്ന് 1 ജപമാല ചൊല്ലി രാത്രി 8 മണിയായപ്പോൾ ഷാപ്പിൻ്റെ അകത്ത് കയറി. എന്നിട്ട് ഞാൻ ഒത്തിരി പ്രസംഗമൊന്നും പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കാരണം അമ്മയും കൊണ്ടാണ് ഞാൻ ചെല്ലണത്. ഞാൻ പറഞ്ഞു, ചേച്ചി അവിടെ ചേട്ടത്തിയായി നടത്തണത്, അവിടെ പിന്നെ പിന്നിലൊത്തിരി ആൾക്കാരുണ്ട്, ചേച്ചി ഇത് പൂട്ടണം, ഇവിടുന്ന് കുടിക്കുന്ന ആൾക്കാർ, വീട്ടിൽ വന്ന ആൾക്കാർ, ചേട്ടന്മാരൊക്കെ പെങ്ങന്മാരവരെ തല്ലുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടക്കണില്ല, പഠിക്കാൻ പറ്റണില്ല, അത് പറയാൻ വേണ്ടി ഈശോ നാമത്തിൽ വന്നോട് ഞാൻ പോകണമെന്ന് പറഞ്ഞു. അത്രയുള്ള സംഭവം. വേറെ സമരങ്ങളൊന്നുമില്ല. സമരം ചെയ്തിരിക്കണം വേറെ അല്ലേ, കർത്താവിലെ യുദ്ധം ചെയ്യണത്. എന്താ സംഭവിക്കണത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്താ അറിയാവോ, അവരെന്നെ തല്ലാനും കൊല്ലാനൊന്നും വന്നില്ല. വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, അച്ഛാ എനിക്കൊരു 8 ലക്ഷം രൂപ കടമുണ്ട്, അച്ഛൻ ഇപ്പോൾ എണ്ണി വെച്ചോ, ഞാനിപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞു. അവരെന്നോടാ പറഞ്ഞത്, അല്ല എന്നെ തല്ലാനും കൊല്ലാനും വന്നില്ല. ഞാൻ ചേച്ചി 8 പൈസ പോലെ എൻ്റെ ഇല്ല, ഞാൻ പോകണം, ഞാൻ ഈശോ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു, ഞാൻ പോകണമെന്ന് പറയും. എനിക്കത്ര എൻ്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. പക്ഷേ 2 മണിയായപ്പോൾ അടി തുടങ്ങി. അടിയും കൊണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് രാത്രി വന്ന് ഇരുമ്പ് പടി ടോർച്ചൊക്കെ ആയിട്ട് മേടയെ വന്ന് ഇടിച്ച് പൊളിച്ച് ചെറിയ കരയാണ് ബഹളം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ് എന്താ സംഭവം, അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു. അല്ല അവിടെ അടി തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മനസ്സിലാക്കി എങ്ങോട്ടാണ് പോകണമെന്ന്. ഞാൻ അപ്പം തന്നെ ഇവരെ സേവ് ചെയ്യണമല്ല, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ആരോട് ചെന്ന് അച്ഛൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ടൊരു അടിയുണ്ടായത്, ഇവരടി കൊണ്ടല്ലേ. അവർ ചെയ്യാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് വെളുപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ സംഭവം സെറ്റാക്കി. കുർബാനം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി. അപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ ഓടിക്കൂടി. പിന്നെ ഉടനെ ഇവരെല്ലാവരും അവിടെ ഷാപ്പിൻ്റെ 4 വതിക്ക് ഞാൻ ഉപരോധം ഇട്ട്, 42 ദിവസം ഉപരോധം ഇട്ട്.